പത്തനംതിട്ടയിൽ CPM പ്രാദേശിക നേതാവിനെതിരെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പരാതി. പത്തനംതിട്ട റാന്നി സ്വദേശി അലൻ മാത്യുവിനെതിരെയാണ് പരാതി. പരാതിക്കാരി ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ചികിത്സയിലാണ്. വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പിന്മാറിയ അലൻ ആത്മഹത്യ ചെയ്യാനാണ് തന്നോട് പറഞ്ഞതെന്ന് യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പം സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇന്നലെ മജിസ്ട്രേറ്റിന്റെ അടുത്തിട്ട് മൊഴി കൊടുത്തു. അതായത് ആള് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രജിസ്റ്റർ ഓഫീസിലൊക്കെ കൊടുത്തു. അതായത് ഇന്റർകാസ്റ്റ് മാരേജ് ആയത് കാരണം രജിസ്റ്റർ ഓഫീസിൽ കൊടുത്തു. 23-ാം തീയതി വിവാഹം കഴിക്കാമെന്നുള്ളത് അതായത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നിട്ട് ആള് പിന്മാറി. ഞാൻ ഫസ്റ്റ് പരാതി കൊടുക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 18-ലാണ് കൊടുക്കുന്നത്. 19th ആണ് കളക്ടറിന് പരാതി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയൊക്കെ ഇടപെട്ട് ഇത് സെറ്റിൽമെന്റ് സംസാരിക്കുകയായിരുന്നു. 23-ാം തീയതി വിവാഹമാണെന്നുള്ളത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫെബ്രുവരിയിലെ 2025 ഫെബ്രുവരിയില് ഞാൻ പരാതിയായിട്ട് പോയതിന് ശേഷം. അപ്പൊ അതിനുശേഷം ആള് വീണ്ടും 23-ാം തീയതി എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് മാറുകയാണ്. കല്യാണം കഴിക്കാനായിട്ട് വരാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് മാറി. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അടുത്ത് സൂയിസൈഡ് ചെയ്തോ എന്നുള്ളൊരു ഇതിലായിരുന്നു ആള് സംസാരിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞതിനെ ഫേസ്ബുക്കിലാണ് എന്നെ കോൾ ചെയ്യുന്നത്. ഫേസ്ബുക്കിൽ കോൾ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, ഈ കോള് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാം, എനിക്ക് 23-ാം തീയതി വരാനായിട്ട് പറ്റില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, നിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഡിസിഷൻ എന്താണെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ നാട് മൊത്തം അറിഞ്ഞു 23-ാം തീയതി, നിങ്ങൾ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞത് 23-ാം തീയതി കല്യാണമെന്നുള്ളത്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് പലരുടെ അടുത്തും ഈ ഒരു കാര്യം പോയത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളിങ്ങനെ പിന്മാറുമ്പോഴത്തേക്കിനും എനിക്ക് മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എങ്കിലും നീ പോയിട്ട് സൂയിസൈഡ് ചെയ്തോ, നീ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്ന സമയം വരെയൊക്കെ ഞാൻ കോളിൽ വെയിറ്റ് ചെയ്യാം, ഹോൾഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് കോൺവെർസേഷൻ. ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശശിനാരായണൻ, CPMനെ പാർട്ടിയെ പോലും പ്രതിരോധത്തിലാക്കുന്നൊരു സംഭവമാണ്. ഒരു പ്രാദേശിക നേതാവിനെതിരെയാണ് ലൈംഗിക പീഡന പരാതി. പക്ഷെ അതിനപ്പുറം ഗൗരവമുള്ളൊരു കേസ്, ഈ പെൺകുട്ടി പരാതിയുമായി പാർട്ടി നേതൃത്വത്തെ സമീപിക്കുന്നു. പാർട്ടി വിവാഹം നടത്തിത്തരാമെന്ന് ഉറപ്പ് നൽകുന്നു. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ പാർട്ടിയുടെ ഉറപ്പുണ്ടായിട്ടും ഈ അലൻ മാത്യു വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുന്നു. അതിൻ്റെ മനോവിഷമത്തിൽ യുവതി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഇതേ തുടർന്നാണ് ഈ വിഷയം പുറത്തറിയുന്നത്. എന്താണ് നിലവിൽ ഈ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? പരാതിയുമായി മുന്നോട്ട് പോകുകയാണോ? ടോം, തീർച്ചയായും എന്തായാലും വലിയ ഗൗരവമുള്ള പരാതി തന്നെയാണ് ഇത് ഉള്ളത്. എന്തായാലും റാന്നി സ്വദേശിയായ അലൻ മാത്യു ആണ് ഈ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചതുള്ള പരാതിയുള്ളത്. എന്തായാലും ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു, പിന്നെ അടുപ്പത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാമെന്നൊരു വാഗ്ദാനം നൽകിയാണ് ഈ പെൺകുട്ടിയെ പിന്നീട് ലൈംഗികമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്തത്. കൊച്ചിയിലും അതുപോലെ തന്നെ വാഗമണിലൊക്കെ പെൺകുട്ടിയെ എത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് ഒരു ആരോപണമുള്ളത്. എന്തായാലും യുവതി അത് കൃത്യമായി പറയുന്നുണ്ട്. കാരണം പാർട്ടി പിന്നീട് സംഘടനാപരമായിട്ട് ഡിവൈഎഫ്ഐയുടെ നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു അലൻ. അതുപോലെ തന്നെ റാന്നി ഏരിയ കമ്മിറ്റി അംഗമാണ് CPMന്റെ അലൻ. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം വിവാദമായതോടെ തന്നെ ഈ പാർട്ടിയുടെ ഈ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം പാർട്ടി അലനെ നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം പറയാനുള്ളത്, പാർട്ടി ഈ വിഷയം അറിഞ്ഞ സമയത്ത് പാർട്ടി കൃത്യമായി ഇടപെടുകയും പിന്നീട് ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ രജിസ്റ്റർ വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്താണ് പിന്നീട് ഈ വിവാഹ ബന്ധത്തിൽ നിന്നും അലൻ മാറുകയും പിന്നീട് യുവതിയെ മാനസികമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷം എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്തത് ഫേസ്ബുക്ക് കോളിലൂടെയാണെന്നാണ് ഈ പരാതിക്കാരിയായ യുവതി പറയുന്നത്. അങ്ങനെയാണ് ഈ പെൺകുട്ടി പിന്നീട് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. തുടർന്ന് ചികിത്സയിലുമാണ്, ഇപ്പോഴും ചികിത്സയിലാണ്. അതായത് പരാതി ഈ അലൻ മാറിയതോടുകൂടി തന്നെ പെൺകുട്ടി പിന്നീട് കളക്ടർക്കാണ് ഈ പരാതി നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് കളക്ടർ അത് SP കൈമാറുന്നു. SP പിന്നെ റാന്നി DSPക്കാണ് ഈ പരാതി കൈമാറുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു പരസ്പരം ഒരു ഈ പറഞ്ഞു തീർക്കുന്ന തരത്തിലേക്ക് ഈ പരാതിയുടെ ഗൗരവം മനസ്സിലാക്കാതെ പരസ്പരം പറഞ്ഞു തീർക്കുന്ന ഒത്തുതീർപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ പരാതി ഗൗരവമുള്ളതാണ്, പെൺകുട്ടി ആത്മഹത്യ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പിന്നീട് പരാതിയുടെ കേസ്
കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഒത്തുകളി നടന്നു എന്നുള്ള ഒരു ആരോപണം കൂടിയുണ്ട്. നിലവിൽ പോലീസും പാർട്ടിയും തമ്മിൽ ചില ഒത്തുകളികൾ നടന്നു എന്നുള്ള കാര്യം കൂടി ആരോപണപരമായി പുറത്തു വരുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പെൺകുട്ടി മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്, തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഒരു ഗൗരവതരമായ ഒരു കാര്യമാണ്. ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവാണ്, നേരത്തെ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാനുള്ള ആളുകൂടിയാണ് അലൻ മാത്യു. ഇത്തരം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അലൻ മാത്യു ഒരു പാർട്ടി നടപടിയെടുക്കുകയും ഈ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് ഉള്ളത്. ആ പെൺകുട്ടിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും പരാതി പോലീസ് നൽകി. പോലീസ് അക്കാര്യത്തിൽ ആദ്യഘട്ടത്തിലുള്ള ഒരു ഈ പരാതി ഒത്തുതീർപ്പ് മാത്രം എന്ന നിലയ്ക്ക് കേസ് ഗൗരവമായി കാണാതെ ഒത്തുതീർപ്പിലേക്ക് പോകുന്നൊരു നടപടിയാണ് ഉണ്ടായത്. പിന്നീടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ശ്രമിക്കുകയൊക്കെ ചെയ്തതിനു ശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പോയെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ പരാതിക്കാരി കൂടി വ്യക്തമാക്കുന്നത്. ടോം, പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഈ പരാതി ഒത്തുതീർപ്പാക്കാൻ, കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നോ? നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ പത്തനംതിട്ടയിലെ ചില CPM-ന്റെ വനിതാ നേതാക്കളൊക്കെ ഈ പീഡനത്തിൻ്റെ തീവ്രതയൊക്കെ അളക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് അറിഞ്ഞിട്ട് പോലും പാർട്ടി നേതൃത്വം ഈ പ്രാദേശിക നേതാവിനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു. നമുക്കറിയാം, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്നപ്പോൾ അത് കോൺഗ്രസിനെതിരെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയതാണ് CPM. ഇവിടെ ഈ വിഷയത്തിൽ നിന്നും അങ്ങനെ കൈയൊഴിയാൻ പറ്റുമോ? ഇയാൾക്കെതിരെ പാർട്ടി പുറത്താക്കി, പാർട്ടി നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും ഈ കേസ് ഒതുക്കി തീർക്കാൻ നീക്കം നടത്തിയ ആളുകൾക്കെതിരെയും നടപടി വേണ്ടേ? ടോം, പ്രധാനമായും ആ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സമാനമായ പരാതി വന്ന സമയത്തും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത്, CPM-ന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. എന്തായാലും അതേ സമാനമായ ഒരു കുറ്റകൃത്യം തന്നെയാണത്. ആ ഗൗരവമുള്ള ഒരു കാര്യം പാർട്ടിയുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ പാർട്ടി ആ കാര്യത്തിൽ ഒത്തുതീർപ്പിലേക്ക് പോയി. ആദ്യഘട്ടത്തിൽ വിവാഹം നടത്തി കൊടുക്കാമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം പിന്നീട് അതിൽ നിന്നും മാറിയതിനു ശേഷമാണ് ഈ പെൺകുട്ടി ഈ ആത്മഹത്യക്ക് പോകുന്നത്. പിന്നീട് കേസ് കൊടുക്കുന്നു. കേസിൽ പോലീസ് അലംഭാവം കാണിക്കുന്നു. കേസിൽ ഗൗരവമുള്ള കേസാണ്. ആ കേസ് അലംഭാവം കാണിക്കുകയും ചെയ്യുന്നു. ആ കേസ് പിന്നീട് ആത്മഹത്യ ശ്രമം എന്ന് പറയുന്നത് തന്നെ അത് വളരെ ഗുരുതരമായ പരിക്ക് പെൺകുട്ടി കേൾക്കുന്നു. ഇപ്പോഴും ആ യുവതി ഇപ്പം ചികിത്സയിലാണ്. ആ ചികിത്സയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് പിന്നെയാണ് അതിന്റെ ഗൗരവം അനുസരിച്ചാണ് പിന്നീട് ഈ കേസെടുക്കുകയും അതിന്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളിലൊക്കെ പോലീസ്. എന്തായാലും അതിനകത്തൊരു ഒത്തുതീർപ്പ് നടപടിയിലേക്ക്, ഈ കേസ് എങ്ങനെയും പറഞ്ഞത് ഒത്തുതീർപ്പ് നടത്തി വിടാമെന്നൊരു നിലയിലേക്ക് പോലീസും പാർട്ടിയും ഇതിനകത്ത് ഒത്തുതീർപ്പ് നടത്തി എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരു പീഡനം നടന്ന കേസാണ്. വാഗ്ദാനം നൽകി ഒരു പ്രാദേശിക നേതാവ്, CPM-ന്റെ പ്രാദേശിക നേതാവ്, ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നു നേരത്തെ. അതുപോലെ തന്നെ റാന്നി ഏരിയ കമ്മിറ്റി ആ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു പീഡനത്തിലേക്ക് വന്നതും ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ഇത്തരത്തിൽ കബളിപ്പിക്കുകയും. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് വന്നപ്പോൾ അന്ന് CPM പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യം ഇത്തരമൊരു പരാതി പാർട്ടി നേതൃത്വത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടും കോൺഗ്രസ് ആ പരാതി മറച്ചുവെച്ചു, പോലീസിന് കൈമാറിയില്ല, കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയല്ലേ ഈ കേസിനെയും CPM നേതൃത്വം, പത്തനംതിട്ടയിലെ CPM നേതൃത്വം കൈകാര്യം ചെയ്തത്? കാരണം പാർട്ടിക്ക് മുൻപാകെയാണ് പരാതി എത്തിയത്. സാധാരണഗതിയിൽ CPM-ന്റെ മുൻപാകെ അത് പാർട്ടി കോടതിയും മറ്റുമൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ ഒരു നിയമ സംവിധാനങ്ങളുള്ള നാടാണ്, പോലീസും മറ്റ് നിയമ സംവിധാനങ്ങളുള്ള നാട്ടിലാണ് പാർട്ടി ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്, അവിടെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു. അതിനപ്പുറം ഒരു നിയമ നടപടിയിലേക്ക് പോകുന്നതിൽ ആരാണ് ഇവിടെ തടസ്സം നിന്നത്? ഒരു ഉന്നത തലത്തിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു? ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ നടന്നിട്ടുണ്ടോ? സ്വാഭാവികമായും നമുക്ക് അത്ര തന്നെ ഇത് അനുമാനിക്കേണ്ടി വരും. എന്തായാലും ഈ ഒരു ഗൗരവമുള്ള കേസ് ഒരുപക്ഷെ പാർട്ടിയുടെ ഇടപെടൽ കൊണ്ട് ഒത്തുതീർപ്പിലേക്ക് പോയി വിവാഹം ചെയ്ത് നൽകാമെന്നുള്ള കാര്യം പരസ്പരം രണ്ടുപേരെയും വിവാഹം കഴിക്കാമെന്നൊരു തീരുമാനമൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും പിന്നീട് ഈ കുട്ടിയെ ഇത് കേസിലേക്ക് പോകുമ്പോൾ അവിടെയും ഈ കേസ് എടുക്കാനുള്ള കാലതാമസം എടുക്കുന്നു. അതിന് നടപടിയിലേക്ക് പോലീസ് പോകാൻ മടിക്കുന്നു. ആ പോലീസ് പിന്നീട്
കേസെടുക്കുന്നത് തന്നെ വളരെ താമസിച്ചാണ്. പെൺകുട്ടി പിന്നീട് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സമയത്താണ് പിന്നീട് ഈ കേസിലേക്കൊക്കെ പോകുന്നത്. അത് തന്നെ നമുക്കറിയാം, ഇത്രയും ദിവസങ്ങൾക്കിടയിൽ തന്നെ ഇതൊരു ഒത്തുതീർപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ചില ഒത്തുതീർപ്പ് ഇത് പുറത്തു വരാതിരിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലാണ് പരാതിക്കാരി ഉന്നയിക്കുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കേസ് അത് കൃത്യമായി ഒരു ഗൗരവമുള്ള കേസാണ്. അതിനെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഒരു പീഡനം നടന്ന കേസാണ്. അത് പോലീസിന്റെ ഭാഗത്ത് വരുമ്പോൾ അത് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി അറിയാവുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് പോലീസ്. പക്ഷേ പോലീസ് ആ സമയത്തും ഒരു മൃദു സമീപനം ഈ കേസ് ഒത്തുതീർപ്പ് നടത്തുന്ന രീതിയിലേക്ക് റാന്നി പോലീസ് പോയി എന്നുള്ളതാണ്. DSP നേതൃത്വത്തിലുള്ള അന്വേഷണം അത്തരത്തിൽ പോയി എന്നുള്ളതാണ് ഒരു ആരോപണമുള്ളത്. പിന്നീടാണ് പിന്നീട് ഈ മജിസ്ട്രേഷൻ മൊഴി കൊടുത്തതിനൊക്കെ ശേഷമാണ് പിന്നീടാണ് ഈ കേസ് നടപടിയിലേക്കൊക്കെ പോകാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. എന്തായാലും തീർച്ചയായും ഇതിനകത്ത് ഒരു ഇരുഭാഗത്തും പാർട്ടിയുടെ ഭാഗത്തും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തും ഒരു ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേരെ മറിച്ച് ഈ വിവരം അറിഞ്ഞ സമയം തന്നെ പാർട്ടി അതിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിലെല്ലാം ഈ അലൻ മാത്യുവിനെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്, നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസ് അത്തരത്തിൽ അതിനപ്പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോഴാണ് ഈ കേസെടുത്ത് പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയൊക്കെ ചെയ്ത് പിന്നീടാണ്. എന്തായാലും അതിന്റെ കാലതാമസം വന്നു. അത് എന്തായാലും ഒരു ചില ഇടപെടലുകൾ ഇതിനകത്ത് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് കേട്ടോ. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. CPM പ്രാദേശിക നേതാവിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതി പാർട്ടി നേതൃത്വം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു, ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഈ ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിയമപരമായി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.